എനിക്ക് 25 വയസ്സുള്ളപ്പോഴാണ് ഞാൻ പാവം ക്രൂരൻ എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന സിനിമ എടുത്ത ആളാണ്. എനിക്ക് ത്രില്ലിങ് എടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഏത് ട്രെൻഡിലും ഏത് തരം ഷോട്ടും എടുക്കാനുള്ള ഒരു കഴിവ്, ചിന്ത, ശക്തി എൻ്റെ ഗുരു എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നല്ലൊരു ഗുരു PK ജോസഫാണ് എൻ്റെ ഗുരു എന്ന് പറയുന്നത്. അദ്ദേഹം ആദ്യമേ പറഞ്ഞു, നിന്നെ ക്രിയേറ്റിവിറ്റി പഠിപ്പിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല, അത് നിൻ്റെ തലയിലുണ്ടെങ്കിലേ ഉള്ളൂ. എനിക്ക് പഠിപ്പിക്കാനുള്ളത് ടെക്നോളജിയാണ്. അത് ശ്രദ്ധിച്ച് നിൽക്കുക, ഞാൻ എങ്ങനെ ഷോട്ട് എടുക്കുന്നു, ഏതെല്ലാം ആംഗിളിൽ ക്യാമറ വയ്ക്കുന്നു, ഏതൊക്കെ ലെൻസ് യൂസ് ചെയ്യുന്നു, ഇതൊക്കെ നീ പഠിച്ചോളാം എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചാണ്. എനിക്ക് ത്രില്ലർ എടുക്കാനോ, ഇനി നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, നവരസങ്ങളിൽ പറഞ്ഞ് വർക്കൗട്ട് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് നർമ്മമാണ്. നർമ്മം പറയാൻ ബുദ്ധിമുട്ടാണ്, എഴുതാൻ ബുദ്ധിമുട്ടാണ്, അഭിനയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഡയറക്ടേഴ്സ്, ക്യാമറയുടെ പുറകിൽ നിൽക്കുന്നവർക്ക് ഇത് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എത്രയോ സിനിമകളിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ, തമാശയെന്ന് പറഞ്ഞാണ് പോയത്, അതിനകത്ത് ചിരിക്കാനൊന്നുമില്ല. അതായത് ചിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പരാജയപ്പെടുന്ന സിനിമകളുണ്ട്. ദൈവം സഹായിച്ച് ഒരു സിനിമയിലും അത് വന്നിട്ടില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ ഭാര്യ നമുക്ക് അല്ല, ഈ ഭാര്യ മക്കൾ മൂന്നിലും പറഞ്ഞിട്ടുണ്ട് ഇച്ചിരി കോമഡി ആഡ് ചെയ്തത്. നോ, നെവർ. അതിലൊക്കെ കോമഡി ആഡ് ചെയ്താൽ അതിൻ്റെ ഒരു ആത്മാവ് അങ്ങ് നഷ്ടപ്പെടും. ഇതിൽ പറഞ്ഞു, എൻ്റെ കൂടെ ഉള്ളവർ എന്നെ പറഞ്ഞു, ഞാനും പിന്നെ ഒരു ചാനലിൽ എവിടെയെങ്കിലും ഇച്ചിരി നർമ്മം, ഞാൻ പറയും പോയി. ആ നർമ്മം ചിരിക്കത്തുമില്ല, അവസാനം ആ സിനിമയ്ക്ക് അഭിപ്രായം വരത്തില്ല. ഇത് സിനിമയ്ക്ക് അഭിപ്രായം വന്നു, എൻ്റെ പെർഫോമൻസിന് അഭിപ്രായം വന്നു. ട്രോളുണ്ട്, ഉഗ്രം ട്രോള്, ഇച്ചിരി നെഗറ്റീവായിട്ട്. ആ നെഗറ്റീവ് ട്രോളിൽ പോലും ഒരു അംഗീകാരമുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓസ്കാർ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി, എനിക്ക് അവിടെ കിട്ടും, ഇവിടെ കിട്ടും, കാൻ ഫെസ്റ്റിവലിൽ പോകും, മറ്റേ കുറച്ച് ഫെസ്റ്റിവലിലൊക്കെ പോയി, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ പിന്നല്ലാതെ, നമ്മളിത് നർമ്മം ഉണ്ടാക്കുന്ന ആളല്ലേ, ഞാനിത് ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെന്താണ്? എനിക്ക് അവരോടൊന്നും ഒരു ശത്രുതയില്ല. ഇപ്പം നമുക്ക് വേറെ കാര്യമുണ്ട്, ഈ ട്രോൾ ഉണ്ടാക്കുന്നവരെ അറിയുകയും ചെയ്യാം, പലരെയും നേരിട്ടും കൂടെ അറിയാം, പലരെ അറിയാം. എനിക്ക് പേര് പറഞ്ഞ പക്ഷേ പറയില്ല. അപ്പോൾ അവർ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നവരും ഉണ്ട്. അതിലൊരു ബിസിനസ്സും കൂടെ ഉണ്ട്, അറിയാതിരിക്കും.